ഇതിനേക്കാൾ വലിയ അഴിമതി നടത്തുകയും വലിയ കോടികളുടെ അഴിമതി നടത്തിയ പ്രതിപക്ഷത്തുണ്ടായിരുന്ന നേതാക്കൾ പിന്നീട് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ അഴിമതി ഇല്ലാതാകുന്നത് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ അജിത് പവാറിന്റെ കേസ് 40,000 കോടിയുടെ അഴിമതിയാണ് അജിത് പവാറിനെതിരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പവാറിനെതിരെ ഒരു കേസുമില്ല. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നല്ലോ. അപ്പോൾ ഉദ്ധവിനെ വീഴ്ത്തിയ ശേഷം ഒറ്റ നേതാക്കൾക്കെതിരെയും ഇപ്പോൾ CBI ED സ്കാനറിൽ വരുന്നില്ല. അങ്ങനെ ഒരു സംഭവമേ അവിടെയില്ല. വലിയ അഴിമതി ആരോപണം ഉയർന്ന ഒരു BJP നേതാവാണ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ. വ്യാപം അഴിമതി എന്തായി? അറസ്റ്റുണ്ടായോ? അന്വേഷണമുണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയല്ലേ യെദ്യൂരപ്പയ്ക്കെതിരെ ഉണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങൾ? ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല, കേസും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ രൂപത്തിൽ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഭരണപക്ഷവുമായി അടുത്ത് നിൽക്കുന്നവർക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല. പ്രതിപക്ഷത്തെ 95% നേതാക്കൾക്കെതിരെ കേസുണ്ടാകുന്നു. അപ്പോൾ കേജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തേക്ക് എത്തിക്കരുത് എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ്. എന്തുകൊണ്ട് ആപ്പ് എന്ന ചോദ്യം ഉയരുമ്പോൾ ആപ്പ് ഒരു പ്രധാന വെല്ലുവിളിയാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം.